ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു. ഹജ്ജ് പെരുന്നാളുമൊക്കെ വിട പറയുമ്പോൾ ഒന്നിനോടൊന്ന് ചേർന്ന് ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ എല്ലാവരും അവരുടേതായ മേഖലകളിൽ വ്യാപൃതരാകുന്ന സാഹചര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വൈദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമിക്കാൻ സമയമില്ല. എല്ലാ മേഖലകളിലും അവരിടപെടേണ്ട രംഗങ്ങളിലൊക്കെ സത്യസന്ധമായി അവരിടപെടുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഖുർആനും ഹദീസും എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് ആരാധനയുടെ രൂപമല്ല ഏറ്റവും ആദ്യമായി ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കണം, ഇങ്ങനെ മറ്റുള്ള ഇബാദത്തുകൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ രൂപം ഇങ്ങനെയാണ് എന്നു പഠിപ്പിക്കുന്നതിന് മുമ്പേ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ഇൽമ് തേടുന്നതിനെക്കുറിച്ചാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇതിൽ വലിയ ഒരു സന്ദേശമുണ്ട് ഇങ്ങനെ പറയുന്നതിൽ. അതായത് ആരാധനയുടെ രൂപം പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പേ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഏറ്റവും വലിയതായ സന്ദേശം എന്ന് പറയുന്നത്, അറിവില്ലാത്ത നിലയിൽ നമ്മൾ ആരാധനകൾ നിർവഹിച്ചാൽ നമ്മുടെ ആരാധന കൃത്യമായും അത് പൂർത്തിയാവുകയില്ല എന്നതാണ്. നമ്മളൊരു കാര്യം ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് പൂർത്തിയാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമ്മൾക്കുണ്ടാകണം. നാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരം കൃത്യമായി അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് ശരിയാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം എന്നതാണ്. അതുകൊണ്ടാണ് അറിവാണ്, അല്ലെങ്കിൽ ഇൽമാണ്, അല്ലെങ്കിൽ വായനയാണ് ഏറ്റവും ആദ്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള തത്വം. ഒരു മനുഷ്യൻ വായിക്കുമ്പോൾ അവൻ്റെ ആ വായനാ ലോകം വികസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾ വായനയിൽ ഇടപെടുമ്പോൾ
അവൻ അത് മുഖേന അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം അവൻ ശരിയും തെറ്റും അവൻ്റെ വായനയിലൂടെ അവൻ്റെ ചിന്തയിൽ ഉണ്ടാകുന്ന ആ വികാസത്തിന് അടിസ്ഥാനമായി വാസ്തവമേതാണെന്നും അവാസ്തവമേതാണെന്നും ഏതൊരു വിഷയത്തിലുമുള്ള ശരിയും തെറ്റും അത് കൃത്യമായി ബോധ്യപ്പെടാൻ വായന എന്നത് അനിവാര്യമാണ് എന്ന് നമ്മൾക്കറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ ബാലപാഠം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാനനിരതനായി ഹിറാ ഗുഹയിലെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ മലക്ക് പ്രവാചകന്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രവാചകന് നൽകുന്ന ഏറ്റവും ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഏറ്റവും ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂക്തമാണിതൊക്കെ പറഞ്ഞത്. പഠനത്തെക്കുറിച്ച്, വായനയെക്കുറിച്ച്, അറിവിനെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് ഏറ്റവും ആദ്യമായി പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം എന്തുമാത്രം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹിജറ 2-ാം വർഷത്തിലാണ് നാം ഒക്കെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിലെ സത്യവും അസത്യവും പരസ്പരം വേർതിരിക്കപ്പെട്ട ഒരു യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടക്കുന്നത് ഹിജറ 2-ാം വർഷത്തിലാണ്. ആ സന്ദർഭത്തിൽ ആ യുദ്ധം അവസാനിച്ചപ്പോ ഈ ധാരാളം യുദ്ധത്തടവുകാർ മുസ്ലിംകളുടെ കൈകളിൽ അകപ്പെട്ടു. സാധാരണഗതിയിൽ അന്നത്തെ നിയമമനുസരിച്ച് അറേബ്യ രാജ്യത്തുള്ള നിയമമനുസരിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളെ ഒന്നുകിൽ വധിക്കണം, അതുമല്ലെങ്കിൽ വലിയ മോചനദ്രവ്യം, വമ്പിച്ച പണം വാങ്ങി മോചിപ്പിക്കണം. ഇതാണ് അന്നത്തെ നാടിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വമ്പിച്ച മോചനദ്രവ്യമായ പണം നൽകിയിട്ട് മോചിപ്പിക്കുക? അത് അസാധ്യമായ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രഖ്യാപനം? യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിംകളുടെ കൈകളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളെ വധം നടത്തുക എന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ചെയ്യേണ്ടത് അവരെ മോചിപ്പിക്കുകയാണ്. അവരെ മോചിപ്പിക്കണമെങ്കിൽ ഇത്രയും ഭീമമായ ഒരു സംഖ്യ അല്ലെങ്കിൽ പണം ചെലവഴിക്കാൻ അന്നത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അത്തരം ഘട്ടത്തിൽ പ്രവാചകന്റെ ഒരു നിർദ്ദേശം വരുന്നത് എന്താ? മോചനദ്രവ്യം നൽകാൻ പണമില്ലാത്ത
എന്നാൽ എഴുത്തും വായനയും അറിയുന്ന യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഓരോ യുദ്ധ തടവുകാരനും 10 അൻസാരി കുട്ടികളെ, 10 വീതം അൻസാരി കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചുകൊണ്ട് അവരെ മോചിപ്പിക്കുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത് അറിവിനെ ഏതെല്ലാം വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമായി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാറ്റിനേക്കാളും അപ്പുറത്ത് പ്രവാചകൻ ചിന്തിച്ചതും മനസ്സിലാക്കിയതും തന്റെ ജനതയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് തന്റെ ജനങ്ങളെ, തന്റെ ജനതയെ കൊണ്ടുവരണം എന്ന പ്രവാചകന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് ആ യുദ്ധ തടവുകാർ അത്രയും മോചിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പണമോ അതല്ലെങ്കിൽ എണ്ണയോ സ്വർണമോ ഒന്നുമല്ലെന്നും, യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്ത് അധിവസിക്കുന്ന അറിവുള്ള വിദ്യാസമ്പന്നരായ മനുഷ്യരാണ് എന്ന് നമ്മൾ അറിയണം. ഖുർആൻ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും വിദ്യയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരും സമമാവുമോ എന്ന ഒരു ചോദ്യത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുക. ലോകത്തെ മനുഷ്യരോടാണ് ചോദിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യസിക്കലാണ് ഏതൊരു മനുഷ്യന്റെയും പുരോഗതി എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഉന്നമനം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസ രംഗത്ത് ഏതെല്ലാം വിധത്തിൽ അവരെ പുരോഗതിയുടെ പടവുകളിൽ കയറ്റിക്കൊണ്ടുവരാൻ കഴിയുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ 4ാം ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു നീണ്ട ഒരു വിഷയം, അതിൽ അടങ്ങിയിട്ടുള്ള കാതലായ ഒരു വിഷയം എന്ന് പറയുന്നത് അറിവിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് പറയുകയാണ്, അറിവ് എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ സമ്പത്തിനേക്കാളും ഉത്തമമാണ് വിദ്യ അഭ്യസിക്കുക എന്നത്, അല്ലെങ്കിൽ അറിവ് നേടുക എന്നത്. കാരണം അറിവ് നമ്മെ കാത്തുരക്ഷിക്കുന്നു എന്നതാണ്. വിദ്യ അഭ്യസിച്ചാൽ ആ വിദ്യ നമ്മെ രക്ഷപ്പെടുത്തും. എന്നാൽ സമ്പത്ത് നമ്മെ രക്ഷപ്പെടുത്തുകയല്ല, സമ്പത്തിനെ നമ്മളാണ് അതിനെ രക്ഷിക്കേണ്ടി വരുന്നത് എന്നതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. അപ്പം പണം എന്ന് പറയുന്നതോ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഘടകമാണെങ്കിലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അറിവ് നേടുക എന്നതാണ്, വിദ്യ അഭ്യസിക്കുക എന്നതാണ്, അതിന് പ്രോത്സാഹനം നൽകുക എന്നതാണ്. പണം നഷ്ടപ്പെടും,
അത് കാലാകാലവും നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മൾക്ക് ഈ ഭൗതികമായി കിട്ടുന്ന പദവികൾ അതെന്തുമാത്രം വലിയതാണെങ്കിലും ശരി, ഈ പദവികളൊക്കെയും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പം നല്ല ആരോഗ്യമുണ്ട്. നമ്മൾ യുവത്വത്തിൽ നമ്മുടെ യുവത്വ എന്ന് പറയുന്നത് അത് തിളച്ചു മറിയുന്ന നമ്മുടെ ആരോഗ്യം കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ ക്ഷതം അല്ലെങ്കിൽ ക്ഷയം ഇതൊക്കെ സംഭവിക്കുമെന്നതാണ്. എന്നാൽ മരിച്ച ശേഷവും മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒന്നാണ്, ജീവിച്ചിരിക്കുന്ന ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അറിവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇൽമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചല്ലോ, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖത അമലുഹു, അവന്റെ അമലുകൾ എല്ലാം മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്, മൂന്ന് സംഗതികളല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകുമെന്നതാണ്. അതിൽ ഒന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒന്ന് ഇൽമുൻ യുന്തഫഉ ബിഹി എന്നതാണ്. ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഇൽമ്, അറിവ് അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ മരണശേഷവും അതിലൂടെ നാം ഈ രാജ്യത്തിന് നൽകിയ അറിവെന്ന് പറയുന്ന ആ ഒരു സംഭാവനയുണ്ടല്ലോ, ആ ഒരു സ്ഥാപനമുണ്ടല്ലോ. ഏതു സ്ഥാപനമാണ് അറിവ് നൽകിയത്? ഏതെല്ലാം വ്യക്തികളിലൂടെയാണ് അറിവ് നൽകപ്പെട്ടത്? ആരെല്ലാം നേടിയെടുത്ത അറിവുകളാണ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യപ്പെട്ടത്? അതൊക്കെ നിലനിൽക്കുന്ന ഒന്നാണ്, മരണശേഷവും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നാം ആലോചിക്കേണ്ടത്, എന്തിനാണ് ഈ വിദ്യാഭ്യാസം? എന്തിനാണ് ഈ അറിവ് നേടൽ? അറിവ് നേടുക എന്നത് കേവലം ഒരു തൊഴിൽ നേടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം നമ്മൾ അതിനെ സ്വീകരിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ പക്ഷം. മറിച്ച് ഇസ്ലാം നൽകുന്നത് എന്താ സന്ദേശം? എന്തിനാണ് അറിവ് നേടുന്നത് എന്നതിന് ഇസ്ലാം നൽകുന്ന ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാം നൽകുന്ന നിർദ്ദേശം, മനുഷ്യനെ നാം നേടുന്ന അറിവിലൂടെ, നാം സമ്പാദിക്കുന്ന വിജ്ഞാനത്തിലൂടെ നമ്മെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ചരാചരങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിലേക്ക്, റബ്ബിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നതാണ്. നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്, നമ്മൾ നേടിയെടുക്കുന്ന ജ്ഞാനമാണ്. ഇതാണ് ഇസ്ലാമിന്റെ പക്ഷം. അത് മുഖേന നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് സാധ്യമാകുന്ന ഒരാരാധന കൂടിയാണ് അറിവ് എന്ന് പറയുന്നത്. അറിവ് നേടിയിട്ട് നമ്മൾ വലിയ മുതലാളിയാകുന്നതിനപ്പുറം, അതിലൂടെ വലിയ സമ്പാദ്യം നേടുന്നതിനപ്പുറം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അറിവിലൂടെ നമ്മൾ വിവേകമുള്ളവനാവുക, നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിലൂടെ വിനയമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാവുകയും അതോടൊപ്പം അതിലൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ദൗത്യം നിർവഹിക്കുക കൂടി അതിലൂടെ നാം ചെയ്യുക എന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം ഒരു ജോലി നേടുക, ഒരു തൊഴിൽ നേടുക, അതുമായി അങ്ങ് ജീവിക്കുക എന്നതിനപ്പുറം നാം ഒരു മനുഷ്യനാവുക എന്നതാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ഡിഗ്രി നേടുന്നുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, ഒരു ഇസ്ലാമികമായ വീക്ഷണത്തിൽ, അതിന്റെ കോണുകളിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പഠനത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഡിഗ്രി എടുത്തുകൊണ്ട് നമ്മൾ ഉയർന്നുയർന്നു വരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഡിഗ്രിയിലെത്തുന്നു, പക്ഷേ നമ്മളെ സ്വഭാവ രംഗത്ത് നമ്മൾ താഴോട്ട് പോകുന്നു എന്ന ഏറ്റവും കാതലായ ഒരു വിഷയമുണ്ട്.
അത് നമ്മൾ അറിയാതെ പോകരുത്. വലിയ വലിയ ഡിഗ്രിയും അതേപോലെ തന്നെ ഡോക്ടറേറ്റും, എത്ര വലിയ 2ഉം 3ഉം ഡോക്ടറേറ്റ് എടുത്താലും ശരി, അതൊക്കെ ശരിയാണ്, എടുക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അത് മെഡിക്കൽ രംഗത്തായിരുന്നാലും എഞ്ചിനീയറിംഗ് രംഗത്താണെങ്കിലും ആ മേഖലയിലൊക്കെ ഉന്നതമായ ജോലിയും ഉന്നതമായ ശമ്പളവും എല്ലാം നമുക്കുണ്ടെങ്കിലും, പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ അറിയണം. മാതാപിതാക്കളോട് ഇന്ന് കാരുണ്യം കാണിക്കുന്നുണ്ടോ? ഇതെല്ലാം നേടിയെടുത്ത് ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്ന, വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ ചെയ്യുന്നതെന്താ? മാതാപിതാക്കൾക്ക് എന്ത് സംരക്ഷണമാണ്? അവർ നേടിയ ഈ ഭൗതികമായ വിദ്യാഭ്യാസത്തിലൂടെ മാതാപിതാക്കൾക്ക് എന്ത് സംരക്ഷണമാണ് കിട്ടുന്നത്? അവരോട് എന്തെങ്കിലും തരത്തിലുള്ള കാരുണ്യം കാണിക്കാൻ അവരുടെ ഈ ഡിഗ്രി അവർക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ? സമൂഹത്തോട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതില്ലേ? എന്നാൽ ഈ ഡിഗ്രി നേടിയിട്ടുള്ള, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഞാനും നിങ്ങളും ഒരു ചിന്തയ്ക്ക് വിധേയമാക്കണം. ഇത് ഞാൻ നേടിയെടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഞാനൊരു മനുഷ്യനാകാനാ. ഞാനൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ മക്കളോടുള്ള ബാധ്യതകളുണ്ട്, എനിക്കെൻ്റെ കുടുംബത്തോടുള്ള ബാധ്യതയുണ്ട്, ഭാര്യയോടുണ്ട്, എൻ്റെ മാതാപിതാക്കളോടുണ്ട്. അതിനപ്പുറം ഈ സമൂഹത്തിലെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ? പാവപ്പെട്ടവരോട് സഹാനുഭൂതി കാണിക്കാൻ അവൻ നേടിയെടുത്ത ഈ ഡോക്ടറേറ്റ് അവന് പര്യാപ്തമാണോ? അതുകൊണ്ട് അവൻ ഈ രംഗത്ത് അവൻ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അവൻ നിർവഹിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, വിദ്യ അഭ്യസിക്കണം, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. സന്ദർഭത്തിനനുസരിച്ച് കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തേ മതിയാകൂ. എന്നാൽ ഇതൊക്കെ കൊടുക്കുമ്പോഴും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതിന് പറ്റിയ വിധത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തേ മതിയാകൂ. ഇതൊക്കെ ഇസ്ലാം നമ്മളോട് പറയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ നമ്മളെ കുറിച്ചറിയണം, അതിനെക്കുറിച്ച് റബ്ബിനെ കുറിച്ചറിയണം. സൂചിപ്പിച്ചല്ലോ, ഇബാദത്ത് കർമ്മം എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഇൽമിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ഇഖ്റ, നീ വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ച് അറിയണം നീ. അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ റബ്ബ് അലക്കിൽ നിന്നാണ്, അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആ കഷ്ണത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിപ്പിനെ കുറിച്ചറിയണം, അതുകൊണ്ട് ഇൽമ തേടണം എന്ന് ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് നൽകുന്ന ഒന്നാമത്തെ സന്ദേശമാണിത്. നിർത്തിയില്ല. ഇഖ്റ വറബ്ബുക്കൽ അക്രം, അത്യുദാരനായ നിന്റെ റബ്ബിനെ കുറിച്ച് നീ പഠിക്കണം, നീ വായിക്കണം. അല്ലദീ, അവൻ ആരെന്നറിയുമോ? അല്ലാഹു അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് നിന്റെ റബ്ബ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്ത സംഗതികളെല്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചവനാണ് നിന്റെ റബ്ബ് എന്ന് തുടങ്ങുന്ന ഏറ്റവും മഹനീയമായ മഹത്വവചനങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതിക്കൊടുത്തിട്ടുള്ളത്. അതിന്റെ വക്താക്കളാണ് നമ്മൾ. ഇതെന്തിനാണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തന്നു. പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നു. നമ്മൾ നന്നാവാനാണ്, മനുഷ്യനായി ജീവിക്കാനാണ്. നമ്മൾ ഏതെല്ലാം അറിവുകൾ നേടുന്നുവോ ആ അറിവുകളൊക്കെയും അവൻ ഉപകാരപ്പെടണം. ആ നിലക്കുള്ള
ഇൽമുകൾ, അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ് സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി വിനയമുള്ള ജീവിതം നയിക്കുന്നവരായി മാറാനാണ്, നമ്മുടെ കൂടെയുള്ളവരെ അറിയാനും അവരെ ചേർത്ത് പിടിക്കാനുമാണ്, സഹാനുഭൂതിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്താനാണ് അറിവ് നേടേണ്ടത് എന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലൂടെ വളരെ കൃത്യമായി പ്രവാചകൻ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വിശദീകരിച്ചെടുത്ത് കാണാൻ സാധിക്കും. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകൻ പറയാ, ഇന്നമാ ബുഇസ്തു, ഞാൻ നിയോഗിതനായിട്ടുള്ളത്, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ സ്വഭാവം, അതിൻ്റെ സമ്പൂർത്തീകരണമാണ് എന്നിലൂടെ നടക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ കൽബ് എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ അഖ്ലാഖാണ്, സ്വഭാവമാണ്. നമ്മൾ അറിവുണ്ടെങ്കിലേ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറൂ. അതുകൊണ്ടാണ് അറിവ് നേടണം, അറിവ് പരമാവധി സ്വായത്തമാക്കണം എന്ന് നമ്മളോട് പറയാൻ കാരണം. അതിനാൽ അറിവ് നേടൽ ഓരോ സത്യവിശ്വാസിയുടെയും ഒരു നിർബന്ധം പോലെയാണ്, ഒരു ബാധ്യതയായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തലബുൽ ഇൽം, തലബുൽ ഇൽം, ഇൽമ് അന്വേഷിക്കുക എന്നത്, ഇൽമ് എവിടെയുണ്ടോ അത് അവിടെ നിന്ന് നമ്മൾ ശേഖരിച്ചെടുക്കണം. അത് ശേഖരിക്കുക എന്നത് അത് ഫരീളത്തുൻ, ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റബ്ബിനെ കാണാൻ, തൻ്റെ റബ്ബാരെന്നറിയാൻ ഇൽമ ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഇൽമിലേക്ക്, അറിവിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളെല്ലാം 2-3 ദിവസം കഴിഞ്ഞാൽ പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് സ്കൂളുകളിലേക്ക്, മദ്രസകളിലേക്ക്. മദ്രസകളിൽ നിന്ന് കിട്ടേണ്ട ഇൽമ് അത് മദ്രസയിൽ നിന്ന് തന്നെ കിട്ടണം. അവിടെ നല്ലാതെ അത് കിട്ടൂല, അതിലൊരു സംശയവുമില്ല. വേറെ എവിടെയും തൽക്കാലത്തിന് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, കുറച്ച് ഒരു കാര്യമില്ല. അതിൻ്റെ ബേസ് അത് ഒരു മനുഷ്യൻ ആരാണെന്ന് പഠിപ്പിക്കുന്ന ഒരിടമാണ് മദ്രസകൾ എന്ന് പറയുന്നത്. അത് അവിടെ നിന്ന് കിട്ടണം, അവിടെ പോയെങ്കിലേ കിട്ടൂ. നമ്മളിങ്ങനെ വർഷം കഴിഞ്ഞ് കുട്ടി വലുതായി ഒരന്തവും ഇല്ലാതെ കേവലം ഒരു 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 എന്തോ ഒരു ജീവിയായി ഇങ്ങനെ പോകുക എന്നുള്ളതിലപ്പുറം വേറൊരു കഥയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഇൽമിൻ്റെ പ്രാധാന്യവും അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യവും ഇതൊക്കെ വീണ്ടും 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 ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, സ്കൂളിൽ നിന്ന് കിട്ടേണ്ടത് സ്കൂളിൽ നിന്ന് കിട്ടണം, മദ്രസകളിൽ നിന്ന് കിട്ടേണ്ടത് മദ്രസകളിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പം ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത് കൊടുക്കേണ്ടത് കൊടുക്കാൻ അതിൻ്റെ അവസരങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അറിവ് നേടലും അത് പറഞ്ഞു കൊടുക്കലും അത് മനസ്സിലാക്കി കൊടുക്കലും നേടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. ഇല്ലെങ്കിൽ അതിനും നാളെ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ മുഅ്മിനാത്തുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും കഷ്ടതകളും അള്ളാഹു ദൂരീകരിച്ചിരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ആക്സിഡൻറ്റ് അതേപോലെയുള്ള ഓരോ സംഗതികൾ കൊണ്ടും നമ്മുടെ പള്ളികളിൽ വരുന്ന ആളുകൾ പോലും ആക്സിഡൻ്റൊക്കെ ആയി ഇന്നലെ പെട്ടെന്ന് ആക്സിഡൻറ്റ് ആയി ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പലരും ഓരോന്ന് കേൾക്കുമ്പോഴാണ് പിന്നൊന്ന് കേൾക്കുക. ഓരോരുത്തരും വേദനകൾ കടിച്ചമർത്തി ഓപ്പറേഷനൊക്കെ വിധേയമായി ആശുപത്രികളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അള്ളാഹു തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ, നമുക്കൊക്കെ വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.